നമസ്കാരം. വീണ്ടും മണിപ്പേച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. മാർക്കറ്റ് 2 ദിവസം കയറിയ കാരണത്താൽ ഇന്ന് കുറച്ച് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റി വളരെ കുറവായിരുന്നു, 170 പോയിന്റ്. നിഫ്റ്റി 50 പോയിന്റ് പ്ലസിലും പോയായിരുന്നു, താഴെയും പോയായിരുന്നു. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന സമയത്തിൽ മാർജിനലി പോസിറ്റീവ് ആയിരിക്കുന്നു. ഇന്ന് നമ്മളെ പട്ടാസ് ലിസ്റ്റിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ വെളിയിൽ വന്നിരിക്കുന്നു. ഈ പട്ടാസ് ലിസ്റ്റിനെ കുറിച്ച് നമ്മളിത് സംസാരിക്കാം. ആദ്യം വന്നിട്ട് നമ്മൾ സ്റ്റാർലിങ്ങിനെ കുറിച്ച് സംസാരിക്കാം. ഇന്ത്യയിൽ സ്റ്റാർലിങ് വന്നിട്ട് റഫായിട്ട് മാസത്തിന് 3000 രൂപ ആൻഡ് സെറ്റപ്പ് കോസ്റ്റ് 35,000 രൂപ അങ്ങനെന്ന് പറഞ്ഞ പേരിൽ ലോഞ്ച് ആകും എന്ന് പറയുന്നു. ഇത് വന്നിട്ട് വളരെ കോസ്റ്റ്ലി ഇടത്തിൽ തന്നെ ഇരിക്കും. ഇതിൽ എന്തൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ എവിടെയൊക്കെ വയർ പോകത്തില്ലയോ അവിടെയൊക്കെ റീച്ച് ആകും. സോ സിറ്റിയിൽ ഇതിന് വലിയ യൂസ് ഒന്നും ഇരിക്കത്തില്ല. റൂറൽ ഏരിയ പോലത്തെ സ്ഥലങ്ങളിൽ ഇതിൻ്റെ യൂസ് വളരെ ഇരിക്കും. എവിടെ കവറേജ് ഇല്ലയോ ആ സ്ഥലങ്ങളിൽ യൂസ് ആകും. ഓൾറെഡി കവറേജ് ഇരിക്കുന്ന സ്ഥലങ്ങളിൽ ഇതിന് വലിയ ഇമ്പാക്റ്റ് ഇരിക്കത്തില്ല. എനിവേ ഇവർ വന്നായിരുന്നു. ITCനെ കുറിച്ചും ഫുഡ് ബിസിനസ്സിനെ കുറിച്ചും ഒരു സ്ട്രാറ്റജി എടുത്തിട്ടുണ്ട്. എന്ത് പറയണമെന്ന് വെച്ചാൽ ഇപ്പോൾ 2 വിധമായിട്ടും ചെയ്യും. റീസെൻ്റ് നിങ്ങൾക്ക് അറിയാം, ഒരു യോഹ ബാഗിനെ വാങ്ങിയായിരുന്നു, മന്ത്ര ഓർഗാനിക്. പെട്ടെന്ന് ഒരു മീറ്റ് സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനി വാങ്ങിയായിരുന്നു, റെഡി ടു ഈറ്റ് ബിസിനസ്സൊക്കെ വാങ്ങിയായിരുന്നു. ഞങ്ങൾ 2 സ്ട്രാറ്റജിയും ഫോളോ ചെയ്യും. ലോക്കലായിട്ട് ചെറിയ ചെറിയ കമ്പനീസിനെ വിലയ്ക്ക് വാങ്ങും. അതേസമയം ഞങ്ങളെ ഓൺ ബിസിനസ്സേയും ഞങ്ങൾ എക്സ്പാൻഡ് ചെയ്യും. ഞങ്ങൾ ഫുഡ് ബിസിനസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യും എന്ന് പറഞ്ഞു. അത് തന്നെ എന്ത് പറയണമെന്ന് വെച്ചാൽ 5 കൊല്ലത്തിൻ്റെ മുമ്പേ ടേൺ ഓവർ വന്നിട്ട് 13,000 കോടി ഇരുന്നായിരുന്നു. പോയ വർഷം നിയർലി 25,000 കോടി ടേൺ ഓവറായി. ഇത് വെറും അവരുടെ ഫുഡ് ബിസിനസ് മാത്രം. അപ്പോൾ അടുത്ത 7 വർഷത്തിൽ എവിടെ പോകുമെന്ന് നോക്ക്. അടുത്ത 7 വർഷത്തിൽ 50,000 കോടി വരെ പോകാൻ ചാൻസ് ഇരിക്കുന്നു. അവർ വന്നിട്ട് ക്രോംഫീൽഡ് ആൻഡ് ഗ്രീൻഫീൽഡ് കൂടെ ചെയ്യുമെന്ന് പറയുന്നു. ഗ്രൗണ്ട് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് ബ്രാഞ്ച് ഒരു ചെറിയ ബ്രാഞ്ചായിട്ട് വാങ്ങി അതിനെ വലുതാക്കും. റീസെൻ്റ് അവർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ 2-3 കൊല്ലത്തിൻ്റെ മുമ്പേ നാച്ചുറൽസ് എന്ന് പറയുന്ന ജ്യൂസ് കമ്പനിയെ വാങ്ങിയായിരുന്നു. ഒരു ശ്രീലങ്കൻ കമ്പനി. അതിനെ വാങ്ങി ഒരു ജ്യൂസ് കമ്പനിയെ മാറ്റിയായിരുന്നു. അതിൻ്റെ ശേഷം എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ സ്മൂതീന് ഇൻഡിഗോയിൽ മാത്രം ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഏറ്റായിട്ട് മാർക്കറ്റിൽ വലുതായിട്ട് ഇറക്കുമെന്ന് പറഞ്ഞു. ഗോഡ്ഫ്രേ ഫിലിപ്സ് വന്നിട്ട് സിഗരറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ഇത് വന്നിട്ട് ഭയങ്കരമായിട്ട് ഡെപ്തായിട്ട് സിഗരറ്റിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ഔട്ട്സൈഡ് സിഗരറ്റ് ബിസിനസ് വലുതായിട്ട് ചെയ്തില്ല. ഇൻഫാക്ട് ഗോഡ്ഫ്രേ ഫിലിപ്സും ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു മാർക്കറ്റിൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ബ്ലൂംബർഗ് ട്രെയിനിങ് ഗോഡ്ഫ്രേ ഫിലിപ്സ് തന്നെ നമ്പർ 1 കമ്പനി എന്ന് പറയുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഗോഡ്ഫ്രേ ഫിലിപ്സിനെ കൺസിഡർ ചെയ്തില്ല എന്ന് വെച്ചാൽ എന്നിട്ട് മോദി ഫാമിലിയുടെ അടുത്താണ് ഇരിക്കുന്നു. ദലിത് മോദിയുടെ ഫാമിലിയുടെ അടുത്ത്. നിങ്ങൾക്ക് വരൽ ദലിത് മോദിനെ IPL വന്ന് സ്റ്റാർട്ട് ചെയ്തത്, ഐഡിയ ചെയ്തത്, കോൺസെപ്ച്വലൈസ് ചെയ്തത് മാത്രം തന്നെ അറിയാം. ബട്ട് അവർ വന്നിട്ട് ബീന മോദിയുടെ പയ്യനാണ്. ബീന മോദി, ദലിത് മോദി, പമിത് മോദി എന്ന് 3 പേര് ഇരിക്കുന്നു. ഇവർ അച്ഛൻ മരിച്ച് പോണ സമയത്തിൽ ഈ ഷെയർസിനൊക്കെ ഒരു ട്രസ്റ്റിലിട്ടായിരുന്നു. ആ ട്രസ്റ്റിൽ അമ്മയും 2 ചെറുക്കന്മാരും മെയിൻ പ്ലെയേഴ്സ് ആയിരിക്കുന്നു. ഇതിൽ പ്രശ്നവും ഇരിക്കുന്നു. അയാൾ പറഞ്ഞിരിക്കുന്നു സമീർ മോദിന്റെ കൈനെ ഉടച്ചത് അവരമ്മ തന്നെ എന്ന്, ആൾക്കാരെ വെച്ച് തന്നെ തല്ലിയായിരുന്നു എന്ന് പറയുന്നു. ദലിത് മോദി അവനെക്കാട്ടിലും 20 വയസ്സ് മുകളിൽ ഇരിക്കുന്ന ഒരു പെൺകുട്ടിയെ കെട്ടിയ കാരണത്താൽ അയാളെ ഫാമിലിയിൽ ഇരുന്ന് ഒതുക്കിയായിരുന്നു. അവരിപ്പം ഇന്ത്യയുടെ അകത്തേ വരാൻ പറ്റാതെ അവിടെയും ഇവിടെയും ചുറ്റിക്കൊണ്ടിരിക്കുന്നു. അവരും അവർ അമ്മയുടെ മുകളിൽ കേസിട്ടിരിക്കുന്നു. ഇത് കാരണം ഈ പ്രൊമോട്ടറിന്റെ പ്രോബ്ലം ഇരിക്കുന്നതിനാൽ നമ്മൾ ഈ ഗോഡ്ഫ്രേ ഫിലിപ്സിനെ നോക്കാനും പറ്റത്തില്ല, അതിൻ്റെ അടുത്തും പോകാൻ പറ്റത്തില്ല. ഇത് ഫണ്ടമെൻ്റലി ഞങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആണ്. ഇന്ന് ഇവിടെ സിഗരറ്റിനെ കുറച്ചായിട്ട് നെരുക്കി ഇനി ഇതിൻ്റെ പുറത്തേ വിടുന്നതില്ല. ഇതെന്ന് വെച്ചാൽ അഡ്വർടൈസിൻ്റെ പുറത്താണ്. സിഗരറ്റിനെ വന്നിട്ട് അഡ്വാൻസ് സ്റ്റേജിൽ ബാൻ ചെയ്യാനും പോസിബിലിറ്റീസ് ഇരിക്കുന്നു. ഇത് കാരണം അവേ ഫ്രം സിഗരറ്റ് ബിസിനസ് ഡെവലപ്പ് ചെയ്തതാണ് നല്ലത്. ITC സിഗരറ്റിനെ വിട്ടുകൊണ്ട് വേറെ ചില ബിസിനസ്സിൽ അവർ പോയായിരുന്നു. പക്ഷേ എന്തെന്ന് വെച്ചാൽ സിഗരറ്റിൽ വരുന്ന പ്രോഫിറ്റിന് അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് ഇരിക്കുന്നു. ഇത് കാരണം കൊണ്ടാണ് ഞാൻ ITCയിൽ ഇരിക്കുന്നു. നിങ്ങളും അവിടെ ഇരിക്കുന്നത് ബെറ്റർ. അങ്ങനെയാണ് എൻ്റെ കൺസിഡറേഷൻ. അടുത്ത മാറ്റർ എന്തെന്ന് വെച്ചാൽ DRDO തന്നെ വേൾഡ്സ് അടുത്ത ലാർജസ്റ്റ് ലിക്വർ കമ്പനി. ഇന്ത്യയിൽ വിജയ് മല്യ കളിച്ചുകൊണ്ടിരുന്ന സമയത്തിൽ അവർ തന്നെ അവിടെ ലിക്വർ കമ്പനിയെ വാങ്ങിയായിരുന്നു. ഈ ലിക്വർ കമ്പനി വാങ്ങിയ സമയത്തിൽ അവർക്ക് പെട്ടെന്ന് ഒരു RCBനെ ഫ്രീ കിട്ടിയായിരുന്നു. 18 വർഷം കഴിഞ്ഞ് RCB വന്നതിൻ്റെ ശേഷം ഇന്ന് RCBയുടെ വാല്യുവേഷനെ $2 ബില്യൺ ഇരിക്കും എന്നെയാണ് പറയുന്നു. പക്ഷേ ഇതിൻ്റെ മുകളിലും ഇരിക്കാം. CSK ഒക്കെ വെളിയിൽ വന്ന് ഷെയർ വിൽക്കുന്ന കാരണത്താൽ ഇപ്പോൾ അവരുടെ വാല്യുവേഷൻ വന്നിട്ട് സർജായിരിക്കുന്നു. ഇത് കാരണം RCB ഷെയർ ജനങ്ങൾ കിട്ടിയാൽ നന്നായിരിക്കുമെന്ന് ഫീൽ ചെയ്യുന്ന കാരണത്താൽ ഓവറോളായിട്ട് പിയാഗോയുടെ അമേരിക്ക ബിസിനസ് കുറച്ചായി.
അവിടെ കുറച്ച് കടന്നിരിക്കുന്ന കാരണത്താലും വാറ്റ് പോലെ ഇവിടെ കുറച്ച് വിറ്റ് അവിടെ കടനെ കുറയ്ക്കാമോ എന്ന ഒരു ഫീലിങ്ങും ഉണ്ട്. എന്തെന്ന് വെച്ചാൽ വിരാട് കോഹ്ലിയുടെ ഒരു സ്റ്റാർ പവർ ഇരിക്കുന്നു. ആ സ്റ്റാർ പവറിനെ യൂസ് ചെയ്യാമോ എന്ന് ടിയാഗോ വിചാരിച്ചു കൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഇത് ഏർലി സ്റ്റേജ് ആണ്, ഒന്നും പറയാൻ പറ്റൂല. അത് പോഹ തന്നെ പറയാൻ പറ്റും എന്ന് എക്സ്പേർട്സ് പറയുന്നു. സോ മേ ബി ടിയാഗോ വിൽക്കാതെ കൂടെ പോകാം. വിജയ് മല്യ 112 മില്യൺ വാങ്ങിയ കമ്പനി ഇന്ന് $2 ബില്യൺ ആയിരിക്കുന്നു. വിജയ് മല്യയുടെ ടോട്ടൽ കറണ്ട് 7,000 കോടി. ഇതിൻ്റെ വാല്യുവേഷൻ ഓൾമോസ്റ്റ് 20,000 കോടി. ഇപ്പോൾ കറക്റ്റായിട്ട് കാശിന് കടൻ വാങ്ങാതെ വച്ചിരുന്നാൽ ഇങ്ങനെ ഇരിക്കുമെന്ന് ഒരുപാട് കാര്യത്തിന് വിജയ് മല്യ ഗോൾ വിട്ടിരിക്കുന്നു. അടുത്തത് നമ്മൾ സംസാരിക്കാൻ വേണ്ടിയത് റാപ്പിഡോ വന്നിട്ട് നെക്സസ് പാർട്ട്നേഴ്സ് അവർ എടുത്തിരുന്ന് 125 കോടി റിലീസ് ചെയ്തിരിക്കുന്നു. ഈ 125 കോടിനെ വെച്ച് ഫുഡ് ഡെലിവറി ബിസിനസ്സിൽ ഡിസ്റപ്പ് ചെയ്യാൻ പോകുന്നു. ഈ ഫുഡ് ഡെലിവറി ബിസിനസ്സിൽ സൊമാറ്റോയ്ക്കും സ്വിഗ്ഗിക്കും വലിയ പ്രോബ്ലം ഇരിക്കുന്നു. ആൾറെഡി ഒരാൾ റെസ്റ്റോറൻറ്റ് ഓണർ, ക്ലൗഡ് കിച്ചൺ ഓണർ സിൻ്റൊപ്പം കമ്പയർ ചെയ്ത് അഡ്വർടൈസ്മെൻറ്റ് ചെയ്ത് ഞങ്ങൾ ഇടാൻ പറയാത്ത അഡ്വർടൈസ്മെൻറ്റ് ഇട്ട് സൊമാറ്റോയും സ്വിഗ്ഗിയും അവരെ കിടപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് സിമ്പതിയായിട്ട് പല ഓണേഴ്സ് വന്നിട്ട് എക്സ്ട്രീറ്റിൽ ഇട്ടിരിക്കുന്നു. ഇത് എക്സ്പെക്റ്റഡ് ആണ്. സ്വിഗ്ഗിയും സൊമാറ്റോയും വീക്ക് കമ്പനിയായി ഇനി ഇൻവെസ്റ്റിന് അവർക്ക് പ്രശ്നപ്പെടുത്താൻ പറ്റത്തില്ല. നിങ്ങളെപ്പോലെയോ എന്നെപ്പോലെയോ 2 മുട്ടാൾ ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുപോയി എവിടെയെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ടിലിടും. മ്യൂച്വൽ ഫണ്ട് 5,000 എടുത്ത് അതിനെ കൊടുക്കും. അത് കാരണം ഇങ്ങനെയെങ്കിലും നമ്മൾ കാശ് സമ്പാദിക്കാൻ എന്ന് ഇയാൾ ഇരിക്കുന്നത് എന്നാണ് ഒരു ആർട്ടിക്കിളിൽ പറഞ്ഞിരിക്കുന്നത്. ബട്ട് ഓവറോളായിട്ട് ഈ ബിസിനസ് ഇതിൻ്റെ മുകളിൽ ഗ്രോ ആകത്തില്ല. വേറെ എവിടെയെങ്കിലും പ്രിവെറ്റ് ചെയ്താകണമെന്ന് നോക്കുന്നു. റാപ്പിഡോയിന് ഓൾറെഡി യൂബറിനെ ഫോഴ്സ് ചെയ്ത് ഓട്ടോയിൽ മന്ത്ലി പെർ റൈഡ് കമ്മീഷന് ബദൽ മന്ത്ലി പേയ്മെൻറ്റ് വാങ്ങുന്നത് പോലെ ഊബറിനെ ഫോഴ്സ് ചെയ്തായിരുന്നു. അതുപോലെ തന്നെ ഈ മാർക്കറ്റിലും ഡിസ്റപ്ഷൻ ചെയ്യാമെന്ന് ഇറങ്ങിയിരിക്കുന്നു എന്ന് സംസാരം നടന്നുകൊണ്ടിരിക്കുന്നു. അത് കാരണം ഈ സ്പേസിനെ നിങ്ങൾ വ്യക്തമായിട്ട് നോക്ക്. ഇതിന് ഇന്നൊരു കാരണം സ്വിഗ്ഗിയിലിരുന്നും സൊമാറ്റോയിലും ഇരുന്ന് ഇതുവരെയ്ക്കും നിങ്ങൾ എക്സിറ്റ് ആകിയില്ലെങ്കിൽ എക്സിറ്റർ കൺസിഡർ ചെയ്യാം. വിപ്രോയിൽ ഒരു ബ്ലോക്ക് ഡീൽ നടന്നിരിക്കുന്നു. PNG ട്രസ്റ്റ് സ്റ്റോക്കിന് പെട്ടെന്ന് വിറ്റായിരുന്നു 5,150 കോടി. ഇത് എക്കണോമിക് ടൈംസിൽ വലുതായി വന്നിട്ടുണ്ട്. ആ 20 കോടി ഷെയറിന് വിറ്റു. പക്ഷെ നിങ്ങളുടെ അടുത്ത് പറയാൻ മറന്നത് എന്തെന്ന് വെച്ചാൽ 2 പേർ പറയുന്നു, പ്രസിംഗ് ദ ട്രസ്റ്റ് പാർട്ട്നേഴ്സും ഹർഷ്പാസ് ട്രേഡേഴ്സ് എന്ന് പറഞ്ഞ് 2 കമ്പനിയുടെ പേര് പറയുന്നു. ഈ 2 കമ്പനിയും എന്തെന്ന് നിങ്ങൾ തേടി നോക്കിയാൽ 2 വന്നിട്ട് പ്രേംജിയുടെ കമ്പനി തന്നെ. ഈ പോക്കറ്റിൽ വച്ചിരിക്കുന്നതിനെ എടുത്ത് വേറെ പോക്കറ്റിൽ ഇട്ടായിരുന്നു. ഇപ്പോൾ ഫസ്റ്റിൽ അവരെന്ത് പറഞ്ഞെന്ന് വെച്ചാൽ 16% ഇൻട്രസ്റ്റിന് ഞാൻ ജനങ്ങൾക്ക് ഡൊണേറ്റ് ചെയ്യുന്നു എന്ന് ഇടുന്നു. പക്ഷേ അവർ കാശിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. ആ കാശിന് വേണ്ടി ഈ സ്റ്റോക്കിനെ വിൽക്കാമെന്ന് പോകുന്ന സമയത്തിൽ ഈ സ്റ്റോക്കിനെ വിൽക്കേണ്ട, ഞാൻ ഈ സ്റ്റോക്കിനെ വാങ്ങുമെന്ന് ഇയാൾ ട്രേഡിംഗ് കമ്പനിയുടെ മൂലം ആ സ്റ്റോക്കിനെ വാങ്ങിയായിരുന്നു. ഈ 5,500 കോടി വന്നിട്ട് ആ സ്റ്റോക്കിനെ അയാളെ വാങ്ങിയ കാരണത്താൽ മാർക്കറ്റിൻ്റെ വെളിയിൽ ഷെയർസ് എവിടെയും പോയില്ല, അവരടുത്ത് തന്നെ ഇരിക്കുന്നു. ഇത് കാരണം പ്രൈസ് കയറുമേ അല്ലാതെ പ്രൈസ് കുറയത്തില്ല. 5,050 കോടി രൂപ അവരെ സ്വന്തം കാശിനെ ഇട്ട് ദാനമായിട്ട് കൊടുത്ത ഷെയർസിന് തിരികെ വാങ്ങിയായിരുന്നു. ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞതുപോലെ പ്രേംജിയെ വിട്ടെങ്കിൽ അവർ 100% ആ കമ്പനിയുടെ ഷെയർസിന് തിരികെ എടുക്കാൻ ചാൻസ് ഇരിക്കുന്നു. ഇത് കാരണം തന്നെ വാല്യുവേഷൻ കുറച്ച് കുറവായിരിക്കും. RBI എന്ത് പറയണമെന്ന് വെച്ചാൽ, ഡെപ്യൂട്ടി ഗവർണർ അടുത്ത് എന്ത് പറയണമെന്ന് വെച്ചാൽ, രാജേഷ് ബർദാർ എന്ന ആൾ മൈക്രോ ഫിനാൻസ് സെക്ടർ വന്നിട്ട് കുറച്ച് കഷ്ടത്തിലിരിക്കുന്നു, റിഫോം ചെയ്. നിറയെ പേര് ഒരേ ആളിന് 10 ആൾക്കാർ കടം കൊടുത്തിട്ടുണ്ട്. മിക്കവർക്ക് കഴുത്തിൽ കത്തിയെ വെക്കുന്നു, എന്തെങ്കിലും ചെയ്യും എന്ന് പറയുന്നു. ഏത് സമയം എങ്ങനെയെന്ന് വെച്ചാൽ, ഈ സിനിമയിലൊക്കെ MGR സിനിമയിലൊക്കെ കള്ളനും പോലീസും കളിക്കുന്നത് പോലെ എല്ലാം തീർന്നതിന് ശേഷം പെട്ടെന്ന് പോലീസ് വരും. ആക്ഷൻ ഫൈറ്റൊക്കെ തീർന്നതിന് ശേഷം അതുപോലെ തന്നെ നമ്മളെ റിസർവ് ബാങ്കും എല്ലാം തീർന്ന് 4 ക്വാർട്ടർ അടി വാങ്ങി ഇന്നും 2 ക്വാർട്ടറിൽ എല്ലാം ശരിയാകും എന്ന് പറയുന്ന സമയത്തിൽ പോലീസ് ഇൻസ്പെക്ടർ വിസിനായിട്ട് ഇഞ്ചേറിൻ്റെ പടത്തിൽ ഓടി വന്നതുപോലെ ഓടി വന്നിരിക്കുന്നു. ഇന്നും 2 ക്വാർട്ടറിൽ അതേ ശരിയായി പോകും. ഇപ്പോൾ ഇൻഡസ്ഇൻഡ് ബാങ്ക് പറഞ്ഞതുപോലെ ഗോൾഡ് ലോൺ ശരി എല്ലാം ശരിയായിപ്പോയി, അടുത്ത പ്രാവശ്യം സൂക്ഷിച്ചിരുന്നോ എന്ന് പറയാൻ തന്നെ RBI ഇരിക്കുന്നു. ഇതുവരെയ്ക്കും RBI എന്തെങ്കിലും യൂസ്ഫുള്ളാണ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് ഒന്നും അറിയുന്നില്ല. അതിൻ്റെ ശേഷം ഏഷ്യൻ പെയിൻസിൽ ഒരാൾ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഡോമിനൻ്റ് പൊസിഷൻ അബ്യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു അപ്രൂവ് ചെയ്യുന്ന പ്രോബ് വന്നിരിക്കുന്നു. ബിർള ഹോപ്പേഴ്സും കംപ്ലയിൻറ്റിൽ എവിഡൻസ് കൊടുത്തിരിക്കുന്നു. ഏഷ്യൻ പെയിൻസ് എന്ത് പറയണമെന്ന് വെച്ചാൽ, അവർ ഡോമിനൻ്റ് പൊസിഷൻ അബ്യൂസ് ചെയ്തു എന്ന് ബിർള പറയുന്നു. ഡീലർ മറ്റ് സ്റ്റോക്കിനെ വാങ്ങരുത്, ബിർള ഹോപ്പേഴ്സിന് റൈറ്റ്സ് കൊടുക്കരുത്,
റാ മെറ്റീരിയൽ സപ്ലയറിൻ്റെ മുകളിൽ പ്രഷർ ഇടുന്നു എന്ന് പറയുന്നു. JSW പെയിൻറ്റ്സും ഇതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിർള ചെയ്യാതെ ഫ്രോഡ് മറ്റാൾക്കാർ ചെയ്തിരിക്കുന്നു. നമ്മ ബിർള വന്നിട്ട് എത്ര ആൾക്കാരനെ എങ്ങനെയാണ് സപ്രസ് ചെയ്തിരിക്കുന്നത് എന്നറിയാം. ഷാത്താൻ്റെ മുകളിൽ മോദിനെ പോലെയാണ് എല്ലാവരും മോദിക്കൊണ്ടിരിക്കുന്നു. അതിനെയും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. എനിവേ ഞാൻ കറക്റ്റാ പറഞ്ഞായിരുന്നു ഏഷ്യൻ പെയിൻറ്റ്സിനെ കൺസിഡർ ചെയ്യേണ്ടാമെന്ന്. ഒരുപാട് ആൾക്കാർ അത് കൺസിസ്റ്റൻറ്റ് കോമ്പൗണ്ട് എന്ന് പറഞ്ഞ് ഒരുപാട് പടം കാട്ടിയതിൻ്റെ ശേഷം നിങ്ങൾക്ക് ഇതിലിരുന്ന് ജൂട്ട് എസ്കേപ്പ് എന്ന് ഞാൻ പറഞ്ഞു. മോട്ടാസ് എന്ത് പറയുന്നെന്ന് വെച്ചാൽ ഞങ്ങൾ കാർ ബിസിനസ്സിൽ ഞങ്ങൾക്ക് ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു. ഇലക്ട്രിക് വെഹിക്കിളിന്മേൽ ഞങ്ങൾ ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു. കാരണം കമേഴ്ഷ്യൽ വെഹിക്കിളിൽ ഞങ്ങൾ കുറച്ച് ഗോൾ വിട്ട് മാർക്കറ്റ് ഷെയർസ് ഇറങ്ങിയായിരുന്നു. നിങ്ങൾ വിഷമിക്കേണ്ട, ഞങ്ങളിപ്പോൾ തടി കമ്പനി ആവാൻ തന്നെ സ്പിൻ ഓഫ് ചെയ്തിരിക്കുന്നു. മോസ്റ്റ് ലൈക്ലി ഗിരീഷ് വാദ തന്നെ ഹെഡായിട്ട് വരും. കാരണം 39-ലിരുന്ന് 37% ഇരിക്കുന്ന മാർക്കറ്റ് ഷെയറിന് തിരികെ കയറ്റി 40% മാർക്കറ്റ് ഷെയർ ആക്കും. വീറ്റാവിനെ ബൂസ്റ്റ് ചെയ്യും. ഒരുപാട് വണ്ടികൾ ഞങ്ങൾ ലോഞ്ച് ചെയ്യുമെന്നും പറഞ്ഞു. നിങ്ങൾ എല്ലാവരും കാർ ഇൻഡസ്ട്രിയെ നോക്കുന്ന സമയത്തിൽ പുട്ടിയാന എന്ന് പറയുന്ന വണ്ടി 50 ലക്ഷം വണ്ടിയുടെ മുകളിൽ വിറ്റിരിക്കുന്നു എന്നതാണ് ന്യൂസ്. അതുപോലെ നിയർലി 1 കോടി വണ്ടിയുടെ മുകളിൽ വിറ്റിരിക്കുന്നു എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ ടാറ്റ 407 എന്ന ഒരു വെഹിക്കിൾ മറ്റേ വലിയ വലിയ ബ്രാൻഡിനൊക്കെ കാലി ചെയ്തിട്ട് ഇന്നും ഓടിക്കൊണ്ടിരിക്കുന്നു എന്ന് അറിയാം. പക്ഷേ അതൊക്കെ ന്യൂസിൽ കവർ ചെയ്യാത്ത കാരണത്താൽ ശരിയായിട്ട് അറിയത്തില്ല. കമേഴ്ഷ്യൽ വെഹിക്കിൾ തനിയായിട്ട് ഇത് തനിയായിട്ട് പിരിയുന്ന സമയത്തിൽ ഞങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. അതേസമയം ഇന്നൊരു ന്യൂസ് വന്നിരിക്കുന്നു. മോർണിംഗ് കോണ്ടെക്സ്റ്റിൽ റെഡിയുടെ MD രമണ എന്ത് പറയുമെന്ന് വെച്ചാൽ ഇതൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് ഹൈലൈറ്റ് ചെയ്തായിരുന്നു. സനോഫിയുടെ വാക്സിന്, എസ്ക്ലെയുടെ ന്യൂട്രാസെൽ പ്രോഡക്ട്സ് ഇതുപോലെ ഒരുപാട് ടൈപ്സ് ചെയ്ത് ഞങ്ങൾ ഡൊമസ്റ്റിക്കിലും കോൺസെൻട്രേറ്റ് ചെയ്ത് 5th പൊസിഷനിൽ വരും എന്ന് ഇന്ന് എക്കണോമിക് ടൈംസിൽ ഞാൻ പറഞ്ഞത് തന്നെ തിരികെ പറഞ്ഞിരിക്കുന്നു. FD ഇടേണ്ട വേസ്റ്റ് എന്ന്. ഇത് കാരണം FDനെ വിട്ടുകൊണ്ട് റീറ്റെയിൽഡ് ഇൻവെസ്റ്റേഴ്സും FDനെ വിട്ടുകൊണ്ട് ഹൈ ഈൽഡ് ബോണ്ട് നോക്കി പോകുന്നു. നിങ്ങൾ വെപ്രാളപ്പെട്ട് ചെയ്യേണ്ട. കറക്റ്റായ ബോണ്ടിനെ കറക്റ്റായ അഡ്വൈസിൽ വാങ്ങുന്നത് നല്ലത്. നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ നോട്ടിഫിക്കേഷന് ക്ലിക്ക് ചെയ്യുക. പറ്റുമെങ്കിൽ ഈ വീഡിയോനെ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്ത് അവരെയും നോക്കാൻ പറയുക. നന്ദി, നമസ്കാരം.